യാഷിന്റെ ടോക്സിക്, ഒരു പാൽ പായസ അപരാധം, ഒരു മലങ്കൾട്ട് അപരാധം, എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപരാധമാണ് കേട്ടാ. യാഷ്, നയൻതാര, ഹുമാ ഖുറേഷി, രുക്മിണി, കിയാര അദ്വാനി, താര സുതാര്യ, അങ്ങനെ നായകനും കുറെ നായികമാരും, കുറെ പ്ലക്കുകളും, കുറെ കള്ളുകുടികളും, കുറെ വെടിവെപ്പുകളും അല്ലാതെ ഒന്നുമില്ലാത്ത ഒരു ശൂന്യമായ ഒരു പടം. പ്രത്യേകിച്ച് സ്റ്റോറിയോ പ്ലോട്ടോ ഒന്നുമില്ല സിനിമയിൽ. സത്യത്തിൽ തിയേറ്ററിൽ ഏതെങ്കിലും ഒരാൾക്ക് കഥ മനസ്സിലായല്ലോ എന്ന് വിചാരിച്ചു പോയി. കാരണം കണ്ട ഒരുത്തനും മനസ്സിലായില്ല. എന്തൊക്കെയോ അവർ ചെയ്തു കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ബട്ട് എന്താണെന്ന് അവർക്കും പിടിയില്ല, അത് കണ്ട ഞങ്ങൾക്കും പിടിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നുപോയത്. ഇതിലൊരു ആകെ ചെറിയൊരു പോസിറ്റീവ് പറയുവാണെങ്കിൽ രവി ബസ്രൂറിന്റെ BGM അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ തോതിൽ ഒന്ന് ഒരു സമാധാനമായിട്ട് വന്നു എന്നല്ലാതെ വേറെ ഒന്നും ഇല്ലടാ പടത്തില്. പിന്നെ പ്ലക്കിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ആവശ്യത്തിന് അധികം ഉള്ളതൊക്കെ അതിലുണ്ട്. നിങ്ങൾ ട്രെയിലറിലും ഗ്ലിംസിലൊക്കെ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ തബാഹി പാട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. സ്ട്രിക്ട്ലി എയർ റേറ്റഡ് പടമാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊന്നും നിങ്ങൾ പോകരുത്, പോയാൽ പെടും. കാരണം അത്രയ്ക്കുള്ള സീനുകളും പരിപാടികളും പടത്തിലുണ്ട്. അപ്പൊ അത് ഫാമിലി ആയിട്ട് കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഈ സിനിമയിൽ യാഷിന്റെ ഓറാന്നൊരു സാധനം ഇല്ലടാ. ഒന്ന് യാഷിന്റെ സീന് കണ്ട് കൈയടിക്കാനുള്ള ഒരു സീന് പോലും ഗീതു മോഹൻദാസ് ഒരുക്കി വെച്ചിട്ടില്ല. മലയാളിയായ സംവിധായക, ഈ ഒരു സിനിമയുടെ സംവിധായക ഗീതു മോഹൻദാസ് ഒരുക്കി വെച്ചിട്ടില്ല. ഒരൊറ്റ സീൻ, ഒരു ഹൈ മൊമെന്റ് തരുന്ന, ഗൂസ് ബംസ് തരുന്ന, ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ സീനില്ലടാ. യാഷ് വരുന്ന സീനൊക്കെ ഒരു ക്രിഞ്ചി സീന് പോലെയാണ് എനിക്ക് ടോട്ടലി ഫീൽ ചെയ്തത്. അതായത് നമ്മൾ KGF യാഷിനെ കണ്ട ആ ഒരു യാഷിനെ കാണുമ്പോൾ നമുക്കറിയാലോ ആ ഒരു ഗൂസ് ബംസ്, ആ ഒരു ഡയലോഗ് ഡെലിവറി, ആ ഒരു സാധനം ഈ പടത്തിൽ ഇല്ലടാ. ഒരു വെറുപ്പിച്ച് കാണിച്ചു കൂട്ടുന്ന പോലെ എന്തൊക്കെ അപരാധങ്ങൾ കാണിച്ചു കൂട്ടാമോ അതൊക്കെയാണ് യാഷ് ഈ പടത്തിൽ കാണിച്ചു കൂട്ടുന്നത്. യാഷ് ഇതിൽ കുറച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തല വെടിച്ചു കാണുമ്പോൾ, അതും പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ യാഷ് ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. എന്തിന് യാഷ് ആ ഒരു ക്യാരക്ടർ ചെയ്തു എന്ന് നമുക്ക് തോന്നിപ്പോവും. എന്ത് അപരാധം എന്ന് വെച്ചാൽ കാട്ടപരാധോടാ യാഷ് ചെയ്യുന്നത്. തുടക്കത്തിൽ യാഷിന്റെ ഒരു ഇൻട്രോ വരുന്നുണ്ട്. ഈ യാഷിന്റെ ഇൻട്രോ വരുന്നത് നമ്മൾ ഫസ്റ്റ് പ്ലക്ക് കണ്ടില്ലേ, അതായത് ആദ്യം ഒരു ഈ ക്രിസ്ത്യന് ആ ഒരു ശവങ്ങളൊക്കെ, അതായത് മരിച്ചവരൊക്കെ അടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. അപ്പൊ അവിടെ വെച്ച് ആ ഒരു സീനുണ്ടല്ലോ, അപ്പൊ ഒരു പ്ലക്ക് സീനുണ്ടല്ലോ, ആ ഒരു സീനിലാണ് യാഷിന് എൻട്രി വരുന്നത്. ഡാഡീസ് ഹോം, ആ ഒരു സാധനത്തിലാണ്. ബട്ട് പേഴ്സണലി ആ ഒരു ഓറ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ആ സിനിമയിൽ ഉടനീളം വരുമ്പോ തന്നെ സ്റ്റോറി എന്താണെന്ന് അവർക്കേ ഒരു പിടിയില്ല. ഒരാൾ ചതിക്കുന്നു, അത് ആളാരാണ്, ആര് എന്തിന് ചതിക്കുന്നു എന്ന് പോലും അതിൽ പറയുന്നില്ല. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളൊക്കെ പരമാവധിയൊക്കെ ചതിക്കുന്നുണ്ട്, എന്തിന് ചതിക്കുന്നു എന്ന് അറിയുന്നില്ല. അല്ലെങ്കിൽ ഇത് ആരുമായിട്ടുള്ള ബന്ധമാണ്, ആരുമായിട്ടുള്ള കണക്ഷൻ, അങ്ങനെ ഒന്നും പടത്തിലില്ല. ചുമ്മാ ഇത് ഇങ്ങനെ ഒരാൾ അടുത്ത് എല്ലാ ബന്ധമൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷം ചതിക്കുകയാണ്. എന്നിട്ട് ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് വരുകൂടെ, അത് നിങ്ങൾ കണ്ടീടെ തലവെടിച്ചോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആ സ്പോയിലർ സസ്പെൻസ് തരുന്നില്ല. ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഒക്കെ വരുകൂടെ, എന്ത് ട്വിസ്റ്റോടെ അത് ഇജാതി സിനിമയിലില്ലാത്ത ട്വിസ്റ്റും. ആ ഒരു ട്വിസ്റ്റ് കണ്ടിട്ടാണോ ഇനി യാഷ് ഈ പടം സ്വീകരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. അല്ലെങ്കിൽ 4-5 നായികമാരുള്ളതുകൊണ്ട്. പിന്നെ രുക്മിണി വന്നപ്പോൾ കുറച്ച് തിയേറ്ററിൽ വിളിയും കൂവലൊക്കെ ആയിരുന്നു, രുക്മിണി വസന്ത് നായിക വന്നപ്പോൾ. പിന്നെ കിയാരയുടെ കുറച്ച് സീനുകളും പരിപാടികളും യാഷുമായിട്ടുള്ളത് കൊണ്ട്, ആൻഡ് താരാസുതാരിയായിട്ടുള്ളത്. പിന്നെ ഹുമാ ഖുറേഷി ഒരു വില്ലത്തി പോലത്തെ റോളിലാണ് വരുന്നത്. പിന്നെ നയൻതാരയുടെ റോള് ഫ്ലോപ്പ് ആയിരുന്നു. അതായത് നയൻതാര ഈ യാഷിന്റെ സഹോദരിയായിട്ട്, അതായത് ഇവർ രണ്ടുപേരും സിബ്ലിങ്സ് ആണ്, അങ്ങനെയാണ് വരുന്നത്. ഇവരുടെ ഒരു ഇമോഷണൽ സൈഡൊക്കെ കാണിക്കുന്നുണ്ട്. എന്ത് ഇമോഷൻ, ഒരു അറ്റാച്ച്മെന്റും ഇല്ലാത്ത, ഒരു കണക്ഷനും ഇല്ലാത്ത ബാലാക്കോലുള്ള ഒരു ഇമോഷൻ. ഞാൻ ക്യാരക്ടേഴ്സിനാണ് പറയുന്നത്, വ്യക്തിപരമായി ആരെയും ഞാൻ പറയുന്നില്ല. ആരോട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിദ്വേഷവും ഇല്ല. ഞാൻ ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ആ ഒരു ക്യാരക്ടേഴ്സിൽ രായനും നയൻതാരയുടെ പേര് എനിക്കത് സിനിമയിൽ വിട്ടുപോയി, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഈ രണ്ടുപേരും ഒരു ചേച്ചി അനിയനുമാണ്. എന്തരാ കാണിച്ചു കൂട്ടുന്നത്, ഒരു ബന്ധവും. അതിൽ നയൻതാര, ഞാൻ അതും പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പോയിലർ ആയിപ്പോ. എടാ കാട്ടപരാധം, വേറെ ഒന്നും പറയാനില്ല. ഞാൻ തുടക്കം പറഞ്ഞ പോലെ പാൽപായസ അപരാധോടാ.
ഇവിടെ പടം ഞാൻ ബെറ്റ് തരികയാണ്, നിങ്ങൾ ഈ പടം ഫോൺ നോക്കാതെ കോട്ടുവാ ഇടാതെ ഉറക്കമൊന്നും വിടാതെ കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ആണ്ട, നിങ്ങൾ ബെസ്റ്റ് സിനി ഫെയിൽസുകളാണ്. കാരണം എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ ഇങ്ങനെ രാവിലെ ഇരുന്നപ്പോ എനിക്കാണെങ്കിൽ ഉറക്കവും വരണം, കാരണം സീൻ അങ്ങനെ ലാഗ് അടിപ്പിച്ച് പോവുകയാണ്. ഫോണാണെങ്കിൽ ഞാൻ പിന്നെ എനിക്ക് മടിച്ച് ഞാൻ ഫോൺ നോക്കില്ല, അവിടെ ചുമ്മാ എന്നെ കൊണ്ട് വയ്യ, ഇതും നോക്കാ അതും നോക്കാം എന്നൊരു ലേവലിലായി പോയി ഞാൻ പടം കണ്ടപ്പോ. ഈ ഒരു വക്കുമില്ലാത്ത സീനുകള് ആൻഡ് ചുമ്മാ വെടിപൊട്ടിച്ചുകൊണ്ടേയിരിക്കണം, പിന്നെ ചുമ്മാ അടിച്ചുകൊണ്ടേയിരിക്കണം. പ്ലക്ക് സീനുകൾ ഫസ്റ്റ് ഹാഫിൽ നിന്നുണ്ട്, സെക്കൻഡ് ഹാഫിൽ പിന്നെ കുറച്ച് കുറവായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വരുന്നു കള്ളു കുടിക്കുന്നു, വരുന്നു സിഗരറ്റ് വലിക്കുന്നു. ഈ എയറേറ്റഡ് ആയതുകൊണ്ടായിരിക്കും അറിഞ്ഞൂടെ, എല്ലാം കുത്തി നിറച്ച് അവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ സ്ത്രീകളെ പൊക്കിയടിക്കുന്ന കുറച്ച് സീൻസുകളുണ്ട്, ആണുങ്ങളെ താഴ്ത്തിയടിക്കുന്ന സംസാരങ്ങളും ഡയലോഗ്സുകളും പരിപാടികളൊക്കെ ഉണ്ട്, ആ ഒരു സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡിലും അത് മാറ്റിമറിക്കുന്ന രീതിയിൽ യാഷ് ചെയ്യുന്നതായിട്ടും ഉണ്ട്. ബട്ട് ഒന്നും വർക്കൗട്ട് ആയില്ല. ടോട്ടലി ഡിസപ്പോയിന്റഡ്. എങ്ങനെ ഇരുന്ന യാഷടാ? എന്തുകൊണ്ടാണ് യാഷ് ഈ ഒരു സ്റ്റോറി ചൂസ് ചെയ്തെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലടാ. എന്തൊക്കെയോ പറയണമെന്നുണ്ട് കേട്ടോ, ഒരു രീതിയിലും ഒരു സൈഡിൽ നിന്നും കൊള്ളാവുന്ന. അവസാനം ക്ലൈമാക്സ് ഒക്കെ എന്തോ പൊട്ടിയും തല വെടിച്ചിറ സത്യം. ഇതിന്റെ ഇടയില് ഈ തിയേറ്ററിൽ കുറച്ച് ഫണ്ണേശുകൾ വരും. അതായത് ഏതെങ്കിലും ഒരു സീന് വരുമ്പോ ഓയ ചക്കം വന്നാ മറ്റേ ഇപ്പൊ ഏതൊരു പുതിയ സാധനം ഉണ്ടല്ലോ, പിന്നെ ചാച്ച, അങ്ങനെ കുറച്ച് ബാണേശികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. കുറച്ച് പേര് സിനിമ കണ്ടോണ്ടിരിക്കും, കുറച്ച് പേര് വന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് സൗണ്ടുകളും സംസാരങ്ങളും ഇട്ട് ഇപ്പൊ തുടങ്ങുമേ കുറച്ച്. അതായത് ഈ തിയേറ്ററിൽ പടം കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പടം കണ്ടാണ്ടിരിക്കും, കുറച്ച് പേര് വന്നിട്ട് അവന്മാര് കുറച്ച് ഫണ്ണേശുകളും ചിരികളും കുറച്ച് അപരാധം പിടിച്ചവന്മാര് വന്നിട്ട് അവിടെ കിടന്ന് അത് പേഴ്സണലി അത് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിപ്പം ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ഇരുന്നപ്പോൾ ആരുടെയോ മരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം തിയേറ്ററിൽ നിങ്ങൾ 4-5 പേര് മാത്രമല്ലല്ലോ പോകുന്നത്, നമ്മളെല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ അതുമായിട്ടൊരു ബന്ധപ്പെട്ട രീതിയിൽ ക്ലാപ്സ് അടിക്കാൻ, വിസിൽ ചെയ്യാൻ എല്ലാം ഓക്കെയാണ്. അല്ലെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ പറയാം ചിലപ്പോ ആ ഒരു സിനിമയുടെ ഒരു ഇതിൽ ദേശീയ സിനിമ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന് അങ്ങനെ കുറച്ച് അപരാധങ്ങൾ പയന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സംസാരങ്ങളും സൗണ്ട് വിളികളും ഇങ്ങനെയൊക്കെ ആയിട്ട് ടോട്ടലി പടം പക്ക പാൽ പായസ അപരാധം, മലങ്കൾ ടു ഗുണ്ട്, ഒന്നും പറയാനില്ല. അവസാനം യാഷിന്റെ ആ വേഷം, യാഷിന് എന്തോന്ന് താടിയും കാട്ടുമുടിയും ഒന്നും കൊള്ളില്ല. ഇതിന്റെ ഇടയിൽ ഈ സുദേവ് നായർ ഇടയിൽ കിടന്ന് കുറച്ച് കാണിക്കുന്നുണ്ട്. ഒരു ഗോവയിലാണ് ഈ കഥ പോകുന്നത് കേട്ടോ. പോർച്ചുഗീസുകാർ ഗോവയിലുണ്ട്, സ്വാതന്ത്ര്യ ടൈമിലൊക്കെ നടക്കുന്ന കഥയാണ്. എന്ത് കഥ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഉദ്ദേശം, എന്താണ് കഥ. ഈ കഥ വരുന്ന മോനും മകനുമായിട്ടുള്ള ഒരു കഥയെന്ന് വിചാരിച്ച് ആ ഒരു കഥയാണോ? അങ്ങനെ ഒരു ബന്ധവുമില്ല ഇതില്. കിയാര ഇടയിൽ വരുന്നു, ഇനി കിയാരയായിട്ടുള്ള പ്രണയമാണോ? നിങ്ങൾ പടം കാണണം ഗൈസ്, നിങ്ങൾ പടം കണ്ട് ഞാൻ അനുഭവിച്ച ട്രോമ നിങ്ങൾ അനുഭവിക്കണം. ഇത് പറ്റുന്നില്ലടാ. അമ്മാതിരി കാട്ടപരാധം പടം പോയി പൊട്ടി ബോംബ്. ഗീതു മോഹൻദാസ് എന്താണ് ഒരുക്കി വെച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല, എന്താണ് ഉദ്ദേശിച്ചതെന്നും പിടി കിട്ടുന്നില്ല. ഇതൊക്കെ എങ്ങനെയാണ് അപ്ലിഫ്റ്റ് ചെയ്യുക? ഈ സിനിമയൊക്കെ വലിച്ചൊട്ടിക്കുക പ്രേക്ഷകർ, ഇതിൽ വേറെ സംശയമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ആരോ പറഞ്ഞ പോലെ എങ്ങനെയോ രക്ഷപ്പെട്ടത് നന്നായി, പടം തീർന്നത് നന്നായി. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഫസ്റ്റ് ഹാഫ് തീരുന്നില്ല, ഒരു സെക്കൻഡ് ഹാഫിലാണ് വീണ്ടും വെടിയും ഇടിയും പൊട്ടിക്കൊണ്ടിരിക്കണ. അപരാധമാണ്.